ഏറ്റവും കൃത്യമായി ഐക്യപ്പെടുകയാണ്. SDPIക്ക് വ്യത്യസ്തമായ ഒരു സമരമില്ല. സമരസമിതി വളരെ കൃത്യമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമരസമിതി ഈ തീവ്രവാദ ചാപ്പയൊക്കെ അടിച്ച് SDPIയെ കരുവാക്കിക്കൊണ്ട് സമരത്തെ അവസാനിപ്പിച്ച് കളയാമെന്നുള്ള ദുഷ്ടലാക്കിനെ വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ഞാൻ ആ സമരസമിതിയെ ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്യുക. ഞങ്ങള് ഈ സമരത്തിന് പരിപൂർണ പിന്തുണ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന സമിതി ഈ സമരത്തിന് പരിപൂർണ പിന്തുണ നൽകുകയാണ്. ഞങ്ങള് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞത് ചെയ്യാൻ തന്നെയാണ്. ഈ സമരം വിജയിപ്പിച്ച് ഈ ജനങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റിയിട്ട് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും എത്ര ആക്ഷേപിച്ചാലും നിയമപരമായ മാർഗത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് ഇവിടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, നമുക്കൊന്ന് ശ്വാസമെടുക്കണ്ടേ? നമ്മുടെയൊക്കെ ജീവിതങ്ങൾ തന്നെ എത്ര ദുഷ്കരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായി ഈ രാജ്യത്ത് വിലവർദ്ധനവ് വർദ്ധിപ്പിച്ച് ജീവിക്കാൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രി പോകാൻ സാധിക്കുമോ? അപ്പൊ ഒരു പൊല്യൂഷൻ ഉയർത്തുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഇടത് വന്നാലും വലത് വന്നാലും ഒരുമിച്ച് നിന്നോളാം സ്വാധീന ശക്തിയുള്ള ആളുകൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ആര് വന്നാലും ഈ കമ്പനി അങ്ങ് നടന്നു പോകും എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഈ കമ്പനി ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മളറിയണം. സമരങ്ങളെയൊക്കെ ആകെ അടിച്ചു തകർത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഉയർന്നു വരും എന്നതിന്റെ സൂചനയല്ലേ ഈ ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റ് എന്നീ ഭരണകൂടം മനസ്സിലാക്കണം. കേവലം 232 കേരളത്തിൽ നടക്കുന്ന മറ്റൊരു സമരമാണ്. കേവലം 232 രൂപ ലഭിക്കുന്ന ദിവസവേതനക്കാരായ നമ്മുടെ ആശാ വർക്കേഴ്സുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്. അവർ വലിയ സേവനം ചെയ്യുന്നവരാണ്. അവർക്കൊരു 100 രൂപ ദിവസക്കൂലി കൂട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ അവനവന്റെ സ്ലിപ്പ് ഹൗസ് പോലെയുള്ള അവരുടെ ഔദ്യോഗിക വസതികൾ നന്നാക്കുന്നതിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന എത്ര കോടികളാണ്. തിരുവനന്തപുരത്ത് ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടുണ്ട്. അതിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? അവിടെ ഇട്ടിട്ട് വാടക കൊടുക്കുകയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ ദൂരത്ത് നടക്കുന്ന ഒരിടത്ത് നമുക്കറിയാമല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനയുണ്ട്. ഒരു പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 10,000-ത്തിനടുത്ത് വീടുണ്ടാവും. 50 രൂപ പ്രതിമാസം സമാഹരിക്കുന്ന ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി മടക്കി കൊടുക്കണം. അത് ആക്രിക്കട കൊടുത്ത 50 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ ഈ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 50 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഒരു പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിൽ എത്ര വലിയൊരു വിഭവ സമാഹരണം, എത്ര സാമ്പത്തികമാണ് സമാഹരിക്കുന്നത്. പക്ഷേ ആശാ വർക്കേഴ്സ് സമരം ചെയ്താൽ ഒരു 100 രൂപ, വെറും ഒരു 100 രൂപ, ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് 100 രൂപ ചെലവാണ്. 232 രൂപയൊക്കെ മതി എന്ന് സമ്മതിച്ചുകൊണ്ട് പിന്നെ ഒരു തൊഴിലിനിറങ്ങിയ കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ജീവിത ചെലവ് കുതിച്ചു കയറിയിരിക്കുന്നു. അത്തരം ഒരു കാലത്തിൽ അത്തരം ഒരു സമരത്തെ അഡ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പേരിട്ട് ഈ നാട്ടിലൂടെ നടക്കുന്നത് എന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, കേരയിൽ എന്നൊരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കേരയിൽ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സർവേയുടെ ഭാഗമായി കുറെ മഞ്ഞപ്പെട്ടികൾ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ അടുക്കള വാതിൽ ചവിട്ടിക്കുറന്നിട്ട് അവന്റെ കഞ്ഞിക്കലം ചവിട്ടിത്തെറിപ്പിച്ചിട്ട് ആ അടുപ്പകലിന് പകരം ഈ മഞ്ഞപ്പെട്ടി സ്ഥാപിച്ച് സർവേ നടത്തുന്ന ഒരു കിരാത സംഭവം ഈ ആദ്യ പിണറായി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നു. നോക്കുക, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാവിലെ നേരം വെളുത്താൽ അന്ത്യോളം വയലേലകളിലും കൃഷിയിടങ്ങളിലും പണി ചെയ്താൽ ഒരു പിടി നെല്ല് അവകാശമായി പോലും കിട്ടാതെ അതിനുവേണ്ടി യാചിച്ചു നിൽക്കേണ്ടി വന്ന ഒരു ജനസമൂഹത്തെ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂലി അവകാശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയ ഒരു പാർട്ടിയാണ്. KKജിയെയും കൃഷ്ണപിള്ളയെയും പോലെയുള്ള ഉന്നതരായ നേതൃത്വങ്ങൾ ഈ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പോരാട്ടം തുടങ്ങി ഈ നാട്ടിൽ നട്ടുനനച്ച് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത്തരമൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ നാട്ടിൽ പിണറായി വിജയന്റെ യാത്രകളിലൊക്കെ ആരെയാണ് സ്വീകരിക്കുന്നത്, ആരെയാണ് കാണുന്നത്, ആരോടാണ് സംവദിക്കുന്നത്? സാധാരണ മനുഷ്യരോടല്ല, പൗരപ്രമുഖന്മാരുമായി മാത്രം സംവദിക്കുന്ന
വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ കെട്ടിപ്പിടിച്ച് കൂടെ നടത്തി കാറെ കൊണ്ട് നടക്കുന്ന, സാധാരണ ജനങ്ങളിൽ നിന്ന് ഏറെയേറെ അകന്നു പോയിട്ടുള്ള, കേന്ദ്രത്തിന്റെ ഭരണഘടനാ വിരുദ്ധവും മാനുഷിക വിരുദ്ധവും ആയിട്ടുള്ള എല്ലാ നിയമങ്ങളെയും നയങ്ങളെയും ആദ്യം നടപ്പാക്കുന്നൊരിടമായി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്തരമൊരിടമായി കേരളത്തെ മാറ്റിക്കൊണ്ടൊരു സ്വേച്ഛാധിപത്യമായ ഭരണത്തിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോ CPIയുടെ മന്ത്രിമാരെന്തോ ജോണിക്ക് എന്തോ പറയുന്ന പറഞ്ഞു, മന്ത്രിസഭാ യോഗത്തിന് പോകുന്നില്ലെന്നോ, ഈ പോയിട്ട് കാര്യമില്ലെന്നോ, അവർ കമ്മ്യൂണിസ്റ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അഴിമതിയും ഒക്കെ നടത്തി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഏതാണ്ട് 1500 കോടി രൂപ കിട്ടും വിദ്യാഭ്യാസ നയം, കേന്ദ്രത്തിന്റെ സംഘവൽകൃത കാവി വിദ്യാഭ്യാസം നടപ്പാക്കിയാലെന്നറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയി നേരെ രാജ്യരാമാനം പോയി ഒപ്പിട്ടു. മന്ത്രിസഭ അതിന്റെ കൂട്ടുത്തരവാദിത്വം, അതിന്റെ മര്യാദ, സാമാന്യ മര്യാദയൊക്കെ ലംഘിച്ചു എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നിപ്പോ അവര് സെക്രട്ടേറിയറ്റ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടുകയാണ്. അപ്പൊ അങ്ങനെ കൂടിയിട്ട് മന്ത്രിസഭയിലേക്ക് പോയിട്ട് പണ്ടേ പോയിട്ട് കാര്യമില്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് നാട്ടുകാരോട് പറഞ്ഞും പോയി, എന്നാ പിന്നെ ഇനി പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. 5 മണിക്ക് പത്രക്കാരെ കാണുമെന്നാണ് പറഞ്ഞത്. ഞാൻ നമ്മളതിന്റെ വിശദ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ഇവര് മന്ത്രിസഭയ്ക്ക് പോയാലും ഇല്ലെങ്കിലും ഒന്നും കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആർജവമുള്ള CPIക്കാരൻ ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തെ ഉപേക്ഷിച്ച് ഈ നാടിന് വേണ്ടി പോരാടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലെ ഈ നിരത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണ് കമ്മ്യൂണിസം. ഞാനിപ്പോ 35 വർഷം ഈ പാർട്ടിയിൽ തോന്നുന്നതാണ്. എന്റെ കാലത്തൊക്കെ എന്നെ പോലെ ഒരുത്തർ ഈ പാർട്ടിയിലേക്ക് വരുമ്പം ആളുകൾ വലിയ, പിന്നെ എനിക്ക് 50 പെണ്ണ് കണ്ടിട്ട് 51 ഒരു പെണ്ണ് കിട്ടി, വലിയ പ്രശ്നമാണ്. അന്ന് SDPI ആകുമ്പോഴും അത് തന്നെയാണ്. SDPI ആകുമ്പോൾ അതിലും പ്രശ്നമാണ്. സംഖ്യയാകുന്നതിന് ഒരു പ്രശ്നമില്ല ഈ നാട്ടിൽ, നമ്മൾ മനസ്സിലാക്കണം. സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനി നേരെ പോയി എത്രയുണ്ടോ ആ ക്രിസ്തങ്കിയാകുന്നത്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ഞാനൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. ഞങ്ങളവിടെ കുർബാനയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണമുണ്ട്. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമാണ് ലോകത്തുള്ള സർവ്വചരാചരം, കാണുന്നതിനെയും കാണാത്തതിനെയും സൃഷ്ടിച്ചത് എന്ന് എല്ലാ ദിവസവും പറയും. അങ്ങനെ പറയുന്നവരെങ്ങനെയാ? ബ്രാഹ്മണനാ വലുത്, താഴേക്കുള്ളവരൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല. ചാതുർവർണ്ണ വ്യവസ്ഥിതിക്ക് വെളിയിലുള്ളവരെ ആരും സൃഷ്ടിച്ചതല്ല, അവർ ബ്രാഹ്മണ സേവയ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടും കൂടെ എങ്ങനെ നടക്കുന്നത്? എന്റെ നാട്ടിലൊരു കേശവൻ നായരുണ്ട്, നിങ്ങളറിയും. PC ജോർജ് എന്നാ പേര്, പൂഞ്ഞാൽ കോളാമ്പി എന്നാ പണ്ട് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവന്റെ പേര് പറഞ്ഞാൽ പോലും 4 തവണ കുളിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇയാൾ പറയുന്നത് ഇയാൾ കേശവൻ നായരാണെന്നാണ്. അയാള് പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും, അവിടെ ഒരു ഷോ കാണിക്കും, ഇപ്പുറത്തെ ഒരു ഷോ. എങ്ങനെയാണ് ഈ സംഖ്യകൾക്ക് ഈ ബ്രാഹ്മണ്യത്തെ പുൽകിക്കൊണ്ട് നടക്കുന്ന, ബ്രാഹ്മണനാകാൻ വേണ്ടി തൃശ്ശൂർ MP നിങ്ങൾ അറിയില്ലേ? അയാൾ പറയുന്നത് എന്താ? അടുത്ത ജന്മത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും ബ്രാഹ്മണനായിട്ട് ശബരിമലയിൽ പൂജാരിയാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു MP പറയുന്ന, അതായത് അയാൾ തുല്യതയ്ക്കെതിരായിട്ടാണ് വർത്താനം പറയുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിനെതിരായിട്ടാണ് വർത്താനം പറയുന്നത്. രാഷ്ട്ര ഭൂരിപക്ഷത്തിനെതിരെ ഒരു കേന്ദ്രമന്ത്രി വർത്തമാനം പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണോ പിന്നെ ഈ സംഖ്യയ്ക്ക് പുറകെ നടക്കുന്ന ഷൂ നക്കുന്നവൻ ഈ കോഴിക്കോട് ജില്ലയുടെ CPMന്റെ സെക്രട്ടറി പറയുക, ഒരു സമരം SDPക്കാർ പരിശീലനം കിട്ടിയ പരിശീലനം കിട്ടിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ? എടാവേ, ഞങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളെ പെറ്റ ഉമ്മമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധവായു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അതിനൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ മേൽക്കുപ്പായി വിട്ട് കിടക്കുന്ന, മുഖമൂടിയിട്ട് കിടക്കുന്ന ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. സംഘപരിവാരാണ് ഈ ചാപ്പയടിക്കുന്നത്. ഇപ്പൊ ഈ സഖാക്കൾ ഇങ്ങനെ പഠിച്ച് സംഖ്യകൾക്ക് പഠിക്കുക. ശാഖയെന്ന് കിട്ടുന്നത് തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ആളുകളായി മാറുകയാണ്. പണ്ടൊക്കെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ജില്ലാ സെക്രട്ടറിമാരെ ഞങ്ങളൊക്കെ വലിയ ബഹുമാനത്തോടെ, കാരണം അയാളുടെ ജീവിതത്തിൽ ആകെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ഒരു ചെറ്റക്കൂടിൽ കിടന്ന് അയാളൊന്നും സമ്പാദിക്കാതെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അവസാനം പോലീസിന്റെ ഇടികൊണ്ടിട്ട് ചുമച്ച് മരിച്ചു പോകുന്ന ജില്ലാ സെക്രട്ടറിമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നത്. അതൊക്കെ പോയിട്ട് ബെൻസിലും BMW ഒക്കെ പോയി നിരങ്ങി സ്റ്റാർ ഹോട്ടലിൽ വല്ലാതെ ഭക്ഷണം കഴിക്കാത്ത, എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ തോന്നും സമരങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. അതിന് SDPക്കാരുടെ തലയോട്ട് കൊടുത്താൽ പിന്നെ ജനമൊന്നും കൂടില്ലല്ലോ. അത് SDPക്കാരുടെ തലയോട്ട് കൊടുത്താൽ ഈ ഉമ്മമാരൊക്കെ സഹിച്ചോളുമല്ലോ. എന്റെ പ്രിയപ്പെട്ട
പിന്നെ യതീഷ് ചന്ദ്ര നമുക്ക് പണ്ടേ പരിചയം